ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അഞ്ജൂസ് മെമ്മറീസ്. ഇന്ന് ഞാൻ നല്ല സോഫ്റ്റായിട്ട് പഞ്ഞി പോലുള്ള ഇഡ്ഡലി എങ്ങനെ തയ്യാറാക്കാമെന്നാണ് കാണിക്കുന്നത് കേട്ടോ. സാധാരണ നമ്മൾ പച്ചരി, ഉഴുന്ന്, ഉലുവ അങ്ങനെ മൂന്ന് പാത്രത്തിലാക്കിയിട്ടാണ് കുതിർക്കാനിട്ട് വയ്ക്കൽ. പക്ഷേ ഇന്ന് ഞാൻ എല്ലാതും കൂടി ഒരു പാത്രത്തിലാക്കിയിട്ട് കുതിർത്ത് അരച്ചാൽ ഇഡ്ഡലി സോഫ്റ്റായിട്ട് കിട്ടുമെന്നാണ് നോക്കുന്നത്. ഇതിൽ ഞാൻ പച്ചരി, ഉഴുന്ന്, ഒരു 2 ടീസ്പൂൺ ഉലുവ, കുറച്ച് ചാക്കരി എന്നിവയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. 1 ഗ്ലാസ് ഉഴുന്നിന് 2 ഗ്ലാസ് അരി എന്ന അളവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ സാധാരണ നമ്മൾ ചോറ് കൂട്ടുന്നതിന് പകരം ഞാൻ കുറച്ച് ചാക്കരിയാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ 2 ടീസ്പൂണ് ഉലുവ നിങ്ങളുടെ ഇഷ്ടത്തിന് ഇടാം കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് കിട്ടാനാണ് ഉലുവ ഇടുന്നത്. എന്നിട്ട് ഇങ്ങനെ ഒരു പാകത്തിന് അരച്ചെടുക്കുക. ഇത് കുറച്ചും കൂടി ഒരു കട്ടി വേണം കേട്ടോ. അതിൻ്റെ അടുത്ത് ഒരു ഇത്തിരി വെള്ളം ഏറി തോന്നുന്നുണ്ട്. ഇനി ഇത് സോഫ്റ്റായിട്ട് കിട്ടുമോ നോക്കാം. ഇഡ്ഡലി തട്ടിൽ ഇങ്ങനെ വെളിച്ചെണ്ണ തേക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് ഇഡ്ഡലി വെന്ത് കഴിഞ്ഞാൽ കോരി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നാൽ അത് ഒട്ടി പിടിക്കില്ല. അത് വേണമെങ്കിൽ ചെയ്താൽ മതി. ഞാൻ എപ്പോഴൊന്നും ചെയ്യലില്ല. ഇന്നൊരു ഇത്തിരി വെള്ളം ഏറിയെന്നൊരു സംശയം, അതുകൊണ്ടാണ് ഇത്തിരി വെളിച്ചെണ്ണ ആക്കി കൊടുക്കുന്നത്. പിന്നെ ഞാൻ ഉലുവ, ഉഴുന്ന്, പച്ചരി ഇതൊക്കെ സെപ്പറേറ്റായിട്ട് അരച്ചെടുക്കലാണ്. ഇന്ന് എല്ലാതും കൂടി ഇട്ട് ഒരുമിച്ച് അരച്ചെടുത്തപ്പോൾ കിട്ടുമല്ലേ എന്നുള്ളൊരു ചെറിയൊരു ടെൻഷനോട് കൂടിയിട്ടാണ് ഇങ്ങനെ വെളിച്ചെണ്ണ ആക്കി കൊടുത്തത്. അപ്പോൾ ഇതൊക്കെ റെഡിയാക്കി ഇഡ്ഡലി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് വെന്തിട്ട് നമുക്ക് കിട്ടുമോ നോക്കാം കേട്ടോ. അപ്പോൾ ഇഡ്ഡലിയൊക്കെ നല്ല സൂപ്പറായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇത് ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. വാവ്, നല്ല പൂ പോലുള്ള പഞ്ഞി പോലുള്ള ഇഡ്ഡലി റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പച്ചരി, ഉഴുന്ന് ഒരുമിച്ച് വെള്ളത്തിലിട്ട് ഒരുമിച്ച് അരച്ച് ചേർത്താലും നമുക്ക് സോഫ്റ്റായിട്ടുള്ള ഇഡ്ഡലി തയ്യാറാക്കാം കേട്ടോ.